ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പാലും പഴമൊക്കെ ഉപയോഗിച്ചിട്ടൊരു സ്വീറ്റ് റെസിപ്പി ചെയ്യാം. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് അധികം സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു ഏത്തപ്പഴം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ പഴമൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് മാറ്റി വയ്ക്കാം. ഇതൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ കൂടി ഒഴിച്ച് കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കട്ടയൊന്നും ഇല്ലാതെ ഇളക്കിയെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്ത പാനിലേക്ക് തന്നെ ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് തുടങ്ങട്ടെ. ഇപ്പോൾ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കപ്പോൾ അതിലേക്ക് ആ കോൺഫ്ലവർ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 2 സ്പൂൺ ചവ്വരി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്, അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പോളം മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാനിതിലേക്ക് പഞ്ചസാര കുറവായിട്ടാണ് ഇട്ടത്, മിൽക്ക് മെയ്ഡ് ഒഴിക്കണമുണ്ട്. ഇത് 3-4 ഏലക്കയും പഞ്ചസാരയും കൂടി ഒന്ന് പൊടിച്ച് വെച്ചതാണ്, ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 2 സ്പൂൺ ചിയ സീഡ്സ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്, അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. മിൽക്ക് മെയ്ഡിന് പകരം മുഴുവനായിട്ടും പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി മധുരത്തിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ പഴവും അണ്ടിപ്പരിപ്പും ഒക്കെ കൂടി വഴറ്റി വെച്ചിരുന്നല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പാലും പഴവും ഒക്കെ ചേർത്തിട്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ.